ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്നത്തെയും പോലെ തന്നെ കരിവേപ്പിലയുടെ മൂട്ടിലാണ് ഈ നിൽക്കുന്നത്. കരിവേപ്പിലയൊക്കെ പിച്ചി പിന്നെ കുറച്ച് കാന്താരി എടുത്തേ. പക്ഷേ ഞാൻ ഈ കാന്താരി ഒന്നും വച്ചു പിടിപ്പിച്ചതല്ല കേട്ടോ, തനിയെ വീണ് മുളച്ചതാണേ. കാന്താരിയൊക്കെ പിച്ചിക്കൊണ്ട് നിന്നപ്പോൾ ഉണ്ടല്ലോ എന്തോ ഒരു സാധനം തലയിലൂടെ പറന്നുപോയി. നോക്കിയപ്പോൾ ഉണ്ടല്ലോ മയിൽ. ഇവിടെ മയിൽ കൂടുതലുണ്ട് കേട്ടോ, കൂടെ കാണും കേട്ടോ മയിൽ. പണ്ടൊക്കെ ഉണ്ടല്ലോ ഇത് വരുമ്പോൾ ഉണ്ടല്ലോ ഞാൻ കുറച്ച് അരിയൊക്കെ ഇട്ട് കൊടുക്കും. പക്ഷേ ഉണ്ടല്ലോ പിന്നെ അത് പോവത്തില്ല. ഞാൻ അടുത്തോട്ട് ചെന്നപ്പോൾ അങ്ങ് ചാടി അങ്ങ് മതിലോട്ട് കയറി കേട്ടോ. എന്നിട്ടൊരൊറ്റ ഓട്ടം. ഇതെല്ലാം കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമാണേ, അതുണ്ടാക്കി. ഇന്നൊരു പൂ പോലത്തെ അപ്പം ഒന്ന് ഉണ്ടാക്കിയൊന്ന് നോക്കിയതാണേ. ട്രൈ ചെയ്തതാണ്, പക്ഷേ ശരിയായിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തോട്ടുണ്ടല്ലോ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ മറന്നുപോയി. എന്തായാലും ഇത് ഒഴിച്ചപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നന്നായിട്ട് വന്നു കേട്ടോ. അതേ നോക്കി അപ്പം എന്തായാലും നല്ല സെറ്റായി കേട്ടോ, പൂ പോലെ തന്നെ വന്നു. പിന്നെ രാവിലെ ഞാൻ ചായ ഇട്ടേ. ഈ അപ്പത്തിൻ്റെ കൂടെ മോന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കണമല്ലോ. എന്നത്തെയും പോലെ തന്നെ നല്ല ചായയാണ് ഇട്ടത്. പിന്നെ ഉണ്ടല്ലോ വിത്തൗട്ടാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, ഇന്ന് കടുപ്പ് ഇച്ചിരി കൂടിപ്പോയി കേട്ടോ. എന്നാലും പ്രശ്നമില്ല, എനിക്ക് ചായ ഭയങ്കര ഇഷ്ടം തന്നെയാണ്. എല്ലാ പ്രാവശ്യവും പറയണമെന്ന് കരുതുന്നതാണ്. ഞാൻ ചായയിൽ ഏലക്കയും കൂടി ഇടുവേ. ചില ദിവസങ്ങളിൽ ഞാൻ ഇഞ്ചിയും ചതച്ചിടും. അതിനൊക്കെ ഒരു പ്രത്യേക രുചിയാണ്. അതുകൊണ്ട് മോന് കാപ്പിയൊക്കെ കൊണ്ടു കൊടുത്തു. അവൻ ചായയൊക്കെ കുടിച്ചു, ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം ഇച്ചിരി മോര് കാച്ചാന്ന് വിചാരിച്ചു. അന്ന് ലുലുന്ന് വാങ്ങിച്ച തൈരാണ് കേട്ടോ. ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നു. നല്ല കട്ടി തൈരാണ് കേട്ടോ. അരപ്പെല്ലാം അരച്ച് എടുത്തതിന് ശേഷം ഈ തൈര് ഞാൻ മിക്സ് ചെയ്ത് കലക്കി ഒരു റെഡിയാക്കി എടുത്തതാണേ. ഓണത്തോടനുബന്ധിച്ചിട്ടുണ്ടല്ലോ ഞാൻ കുറേ ചട്ടികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ അതെല്ലാം എടുത്ത് ഉപയോഗിക്കുവാണ്. അങ്ങനെ ഒരു കൊച്ചു ചട്ടിയിലാണ് കേട്ടോ ഞാൻ ഇന്ന് മോര് കാച്ചിയത്. ആദ്യം കറിവേപ്പില, കടുക്, വറ്റൽമുളക് എല്ലാം ചേർത്തതിന് ശേഷം അരച്ച് വെച്ച തൈരും കൂടെ ചേർത്ത് ഇത് കൂട്ട് ഞാൻ ഒഴിച്ച് കേട്ടോ. എന്നിട്ട് തിളപ്പിക്കത്തൊന്നുമില്ല, അറിയാമല്ലോ എല്ലാവർക്കും, ഇത് പുതുമയൊന്നും അല്ലല്ലോ ഞാൻ പറയുന്നത്. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഉലുവപ്പൊടി ഇടും. എല്ലാവരും ഉലുവപ്പൊടി ഇടുമെന്നുള്ളത് അറിയത്തില്ല. ഉലുവപ്പൊടിയൊക്കെ ഇട്ട് നല്ല രീതിക്ക് മോര് കാച്ചി എടുത്തത്. നല്ല ഫ്രഷ് അയിലയാണ് കേട്ടോ ഇന്ന് കിട്ടിയത്. കുറേ നാൾക്ക് ശേഷം നല്ല അയിലയാണ് ഇന്ന് കിട്ടിയത്. ഇവിടെയൊക്കെ ഉണ്ടല്ലോ മീനൊക്കെ നല്ല രീതിക്ക് ഇരുന്ന് പുറത്തിരുന്ന് കട്ട് ചെയ്യാം. കാര്യം പൂച്ച ശല്യമൊന്നും അധികമൊന്നും ഇല്ല കേട്ടോ. പക്ഷേ പരുന്തിൻ്റെ ശല്യമുണ്ട് കേട്ടോ. പുറത്തോട്ട് പോയി ചെന്ന് ആ പുറം സ്ഥലത്ത് പോയി എന്ന് ചെയ്താലുണ്ടല്ലോ എൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രാവശ്യം പരുന്ത് തട്ടിയെടുത്തുകൊണ്ട് പോയി. എങ്കിലും വലിയ പ്രശ്നങ്ങൾ ഈ പൂച്ച, പട്ടി അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. അതുകൊണ്ട് മീനെല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാം എടുത്തേ. എൻ്റെ അമ്മ എന്നോട് എപ്പോഴും പറയും, എൻ്റെ മീൻ തന്നാൽ നീ ആ മീനിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്ന്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അതിനകത്തിരിക്കുന്ന ആ കറുപ്പൊന്നും അത്ര കാണാൻ ഇഷ്ടമല്ല. എല്ലാം എടുത്ത് കൈവച്ച് ഞാൻ എടുത്ത് കളയും. ഇതേ നോക്കി നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് അതിൽ നിന്ന് 3 അയില എടുത്ത് വറക്കാനെടുത്തു. ബാക്കി എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ, കറി വെക്കാനായിട്ട്. മീനൊക്കെ ഇങ്ങനെ വരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടല്ലോ എൻ്റെ കൈ ചെറുതായിട്ട് മുറിഞ്ഞു കേട്ടോ. എല്ലാ പ്രാവശ്യവും മീൻ കട്ട് ചെയ്യുമ്പം കൈ മുറിയുന്നതാണ്. കാര്യം എന്ന് വെച്ചാലുണ്ടല്ലോ ഈ പിച്ചാത്തി ഉണ്ടല്ലോ, അതായത് കത്തി നല്ല മൂർച്ചയുള്ളതാണ്. ഞാനിവിടെ അടുത്തുള്ളൊരു ചന്തയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. എന്നിട്ട് മീൻ വറക്കാനായിട്ട് കുരുമുളക് ഞാൻ ചതയ്ക്കും. എപ്പോഴും വിചാരിക്കും കുറച്ച് കുരുമുളക് എടുത്ത് മിക്സിയിലിട്ട് പൊടിച്ച് വെക്കണമെന്ന്, പക്ഷേ മറന്നു പോകും കേട്ടോ. അത്യാവശ്യത്തിന് കുറച്ചായിട്ട് എടുത്താണ് പൊടിച്ചിങ്ങനെ ഉപയോഗിക്കുന്നത്. മീനിനകത്ത് മുളക് പൊടി, കരിവേപ്പില എല്ലാം ചേർത്ത്, മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത്, കുരുമുളക് പൊടിയും ചേർത്ത് നല്ല രീതിക്ക് വരട്ടിയെടുത്ത് എന്നിട്ട് ചീനച്ചട്ടി വെച്ചിട്ട് ഓരോ മീനായിട്ട് എടുത്ത് വറുത്തെടുത്തു. ഈ അയില വറക്കുന്നുണ്ടല്ലോ എൻ്റെ മക്കൾക്ക് 2 പേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് അടുപ്പത്ത് സ്ലോ സ്ലിമ്മിൽ വെച്ചതിന് ശേഷം ഉണ്ടല്ലോ ഞാൻ പുറത്ത് തൂത്ത് വാരാനായിട്ടൊക്കെ പോയേ. എന്നും ഇതൊരു എക്സസൈസ് കൂടിയാണ് ഇങ്ങനെ തൂക്കുന്നത്. ഇങ്ങനെ തൂക്കുന്നത് കണ്ടാലുണ്ടല്ലോ ഇതിൻ്റെ മുന്നിലൊന്നും ചവറൊന്നും ഇല്ലല്ലോ എന്ന് എല്ലാവരും വിചാരിക്കും. പക്ഷേ ഉണ്ടല്ലോ ഇതിൻ്റെ ഈ ഇൻ്റർലോക്കിൻ്റെ ഓരോ വിടവിലും ഉണ്ടല്ലോ മണ്ണ് കയറി ഇങ്ങനെ അടഞ്ഞിരിക്കും. അത് മുകളിലോട്ട് കയറും. പിള്ളേരെല്ലാം ചവിട്ടി അങ്ങ് നേരെ വീട്ടിലോട്ട് കൊണ്ടുപോകും കേട്ടോ, അകത്തോട്ട്. അതുകൊണ്ടാണ് ഞാൻ എന്നും ഈ മുറ്റം തൂക്കുന്നത്. ഇവിടെ കൂടെ മഴയുണ്ട് കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ? ഇവിടെ കൂടെ നല്ല മഴയുണ്ട്. രാത്രിയാണ് കൂടുതലും പെയ്യുന്നത്. തൂത്തെല്ലാം വാരിയതിന് ശേഷം ഉണ്ടല്ലോ തുണി കഴുകാനിട്ട്. ഇന്ന് ഒരുപാട് തുണി ഉണ്ടായിരുന്നു കേട്ടോ കഴുകാൻ. ഈ ഡ്രസ്സിലൊക്കെ ഉണ്ടല്ലോ പേന കൊണ്ടുള്ള വരയൊക്കെ വീണാൽ എങ്ങനെ അത് മാച്ച് കളയുന്നതെന്നൊന്ന് പറഞ്ഞു തരാമോ അറിയുന്നവരൊന്ന് കമൻറ്റ് ഇടണേ. കാര്യം യൂണിഫോമിൽ 2 പേരുടേതും സ്ഥിരം ഉള്ളൊരു കാര്യമാണ്. ദേ നോക്കിയേ, എൻ്റെ ഈ തുണികളെല്ലാം നിന്ന് താഴെ വീഴുമെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഒരു ഷേപ്പിൽ ആയിട്ടുണ്ട് കേട്ടോ തുണിയൊക്കെ ഇട്ടതിന് ശേഷം. തുണിയൊക്കെ കഴുകി തീർന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഉണ്ടല്ലോ എണീറ്റ് ചോറുണ്ണാനിരുന്നേ. നോക്കി ഇന്ന് ഞാൻ വെച്ച കറികളാണ് കേട്ടോ. തലേ ദിവസത്തെ തോരനാണ് ആ ചോറിനകത്തിരിക്കുന്നത്. പിന്നെ പതുക്കെ പാട്ടൊക്കെ ഇട്ട് ഇരുന്ന് ചോറങ്ങുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.